നമസ്കാരം. ധനമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ജനം മറന്നിട്ടില്ല എന്നത് തോമസ് ഐസക് മറന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ ചരിത്ര പരാജയത്തിന്റെ പ്രധാന കാരണത്തിൽ ഒരാൾ താനെന്നതും മുൻ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് ഓർത്തില്ല. ഇനി മത്സരിച്ചാൽ തന്നെ ജനം തോൽപ്പിക്കും എന്നുള്ള ബോധം പോലും ഇദ്ദേഹത്തിനില്ല. ഒരിക്കൽ പൊട്ടിപ്പാളീസായതിന്റെ ക്ഷീണം മാറും മുമ്പ് അടുത്തതിന് തയ്യാറെടുക്കുകയാണ് മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതായത് ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് കക്ഷി എന്നതാണ് വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയനോട് തനിക്ക് രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന നിലയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് തോമസ് ഐസക് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇതിനോട് അനുകൂലമായോ പ്രതികൂലമായിട്ടോ പ്രതികരിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച രീതിയിലുള്ള പ്രചരണം നയിച്ചുവെന്നും വിജയിക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്ന TM തോമസ് ഐസക്കിന് ഏറ്റ പരാജയം എന്ന് പറയുന്നത് അത് പത്തനംതിട്ടയിലെ പാർട്ടിക്ക് ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും തനിക്ക് മത്സരിക്കണം, തനിക്ക് ആഗ്രഹമുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തോമസ് ഐസക് രംഗത്തെത്തുന്നത്. ഇത്തവണ K രാധാകൃഷ്ണൻ മാത്രമാണ് CPM-ൽ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു വ്യക്തി. CPM-ന്റെ പേര് നശിക്കാതിരിക്കാൻ ഒരാളെങ്കിലും എന്നുള്ള രീതിയിൽ മാത്രമേ രാധാകൃഷ്ണനെ കാണാൻ സാധിക്കുകയുള്ളൂ. പതിഞ്ഞ സ്വഭാവക്കാരനായിട്ടുള്ള രാധാകൃഷ്ണന് പാർലമെന്റിൽ ക്ഷോഭിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ CPM-ന് വലിയ സംശയമുള്ള സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യസഭാ സീറ്റിലേക്ക് തോമസ് ഐസക് എന്നൊരു ചിന്തയ്ക്ക് ഐസക് തന്നെ വഴിയൊരുക്കി കൊടുത്തിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. തോമസ് ഐസക്കിനെ പോലൊരാൾ പാർലമെന്റിൽ ഉള്ളത് ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാകുമെന്ന രീതിയിൽ പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്. എന്നാൽ പോലും നിലവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത് എന്നതിനാൽ ഇനി മുന്നോട്ടുള്ള കണക്കുകൂട്ടലുകളും ഇതേപോലെ തന്നെ പിഴയ്ക്കുമോ എന്ന പേടി പാർട്ടിക്ക് ഒന്നടങ്കം ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ മസാല ബോണ്ട് കേസിൽ ആരോപണ വിധേയനായിരിക്കുന്ന ഒരാളെ അറിഞ്ഞുകൊണ്ട് നിർത്തണോ എന്നും പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ ഒരാളായ ഐസക്കിനെ ഒരു പരീക്ഷണാർത്ഥം നിർത്തിയാൽ എന്താ എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി സംശയങ്ങൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിലപാട് കൃത്യമായി എടുക്കാനുള്ള ഒരു സാഹചര്യവും സന്ദർഭവും ഒന്നുമല്ല ഇപ്പോൾ പാർട്ടിക്ക് എന്നതാണ് വിലയിരുത്തൽ. എന്തായാലും മുഖ്യമന്ത്രി ഈ ഒരു തോമസ് ഐസക്കിന്റെ ആഗ്രഹത്തെ സംബന്ധിച്ച് ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതാണ് വിവരം. എന്തായാലും 2 സീറ്റുകളാണ് രാജ്യസഭയിൽ LDF-ന് ജയിക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെ കക്ഷികൾ രാജ്യസഭാ സീറ്റ് നൽകും എന്നത് LDF-ൽ ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം. ജോസ് കെ മാണിയെ തഴയുകയാണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾ CPM-ന്റെ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് സൂചന. അങ്ങനെ വന്നാൽ ഐസക്കിന്റെ സാധ്യത ഏറെക്കുറെ തെളിയുന്ന സാഹചര്യമാണ്. എന്നാൽ മുന്നണിയിലെ ഘടക കക്ഷികളെ എങ്ങനെ സമാശ്വസിപ്പിക്കുമെന്നുള്ള ചിന്തയുള്ള മുഖ്യമന്ത്രി ജോസ് കെ മാണിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയാണ് ഏറെ. CPI-യുടെ സീറ്റ് ജോസ് കെ മാണി ഗ്രൂപ്പിന് നൽകുമോ എന്ന CPM-ന്റെ ആവശ്യം CPI അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് എന്നത് ഓർക്കണം. ഇനി ഒരിക്കൽ കൂടി ഭരണത്തിലേറണമെങ്കിൽ അതിന് മാണി കോൺഗ്രസിന്റെ സന്തോഷം ആവശ്യമാണെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബിനോയ് വിശ്വം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുകളെല്ലാം തള്ളിക്കൊണ്ട് രംഗത്തേക്ക് എത്തുന്നത്. ഒരു കാരണവശാലും സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നാണ് CPI-യുടെ കട്ടായം. LDF-ലെ രണ്ടാമത്തെ കക്ഷിയാണ് CPI എന്ന പിണറായിയെ ഓർമ്മിപ്പിക്കാനും ബിനോയ് വിശ്വം മറക്കാത്തൊരു സാഹചര്യമാണ്. LDF-ന് തുടർ ഭരണം പിടിക്കാൻ സാധിച്ചത് തങ്ങൾ കൂടെ വന്നതുകൊണ്ട് മാത്രമാണെന്ന് ജോസ് കെ മാണിയും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് പിണറായിയും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തോമസ് ഐസക്കിനെ രാജ്യസഭാ സീറ്റ് നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉത്തരം പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രിയെ എത്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. തോമസ് ഐസക്കിനെയും ജോസ് കെ മാണിയെയും പിണക്കാൻ പിണറായിയെ കൊണ്ട് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ സമ്മർദ്ദത്തിലാണ് പിണറായി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും ആദ്യത്തെ തോൽവിക്ക് ശേഷം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള തോൽവിക്ക് ശേഷം രാജ്യസഭാ സീറ്റിലേക്ക് താല്പര്യമുണ്ട് എന്നറിയിച്ചുകൊണ്ട് തോമസ് ഐസക് രംഗത്തേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.